Hey guys, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗേൾസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലായിട്ടുള്ള ഡാർക്ക്നെസ്, അതായത് ബ്ലാക്ക് ഡിസ്കളറേഷൻ ഓഫ് പ്രൈവറ്റ് പാർട്സ്, അതുപോലെ അണ്ടർ ആംസിലും ഉണ്ടല്ലേ ആ ഡാർക്ക്നെസ് ഒക്കെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്തിരിക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അലോവേര പ്ലസ് ടെർമറിക് ഒരു പാക്ക് ആയിട്ടാണ് കേട്ടോ ഡാർക്ക്നെസ് ഏരിയയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈസിലി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലെ ഡാർക്ക്നെസ് റെഡ്യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഈ ഒരു പാക്കിലോട്ട് 4-5 ഡ്രോപ്പ് ലെമണും കൂടെ ആഡ് ചെയ്ത് അത്രയ്ക്ക് ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എല്ലാവരുടെ സ്കിന്നിനും ലെമൺ സ്യൂട്ട് ആവണമെന്നില്ല, അതുകൊണ്ട് ലെമൺ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ. ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലെ ഡാർക്ക്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഓവർ ഫാറ്റ് ഉള്ളവർ, പിന്നെ PCOD, പിന്നെ ഷേവ് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് അല്ല, അങ്ങനെയൊക്കെ കൊണ്ടിട്ട് ഈ ഒരു ഡാർക്ക്നെസ്സും ഇതുപോലെ തന്നെ ഇറിറ്റേഷൻസും ഒക്കെ ആ പ്രൈവറ്റ് ഏരിയാസിൽ വരാറുണ്ട്. ഇപ്പം 3 ബ്ലൈഡ് വെച്ചിട്ടുള്ള ഷേവിങ് സെറ്റ് ഉണ്ടല്ലേ, അപ്പം അത് വെച്ച് ഷേവ് ചെയ്യാറുണ്ട് ചിലർ. അപ്പം അത് ഒഴിവാക്കുക കേട്ടോ. അതിനോട് ഞാൻ കുറച്ച് യോജിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ 1 ബ്ലൈഡിലോട്ട് മാറാനായിട്ട് ശ്രമിക്കുക. ഇപ്പം 3 ബ്ലൈഡ് വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്യാന്ന് വെച്ചാൽ ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഒറ്റ പ്രാവശ്യം ഷേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം ഷേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും ആ ഒരു 3 ലെയർ ബ്ലൈഡ് വെച്ചിട്ടുള്ള ആ ഒരു ഷേവിങ് സെറ്റ് വെച്ച് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ കൊണ്ട് ഇറിറ്റേഷൻസ് വരാറുണ്ട്, ചിലപ്പോൾ അവിടെ സ്ക്രാച്ചസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ 3 ലെയേഴ്സ് ഉള്ള ബ്ലൈഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ 1 ലെയർ ഉള്ള ബ്ലൈഡ് വെച്ചിട്ടുള്ള ഷേവിങ് സെറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ യൂസ് ചെയ്തു. ഇപ്പോൾ ഡാർക്ക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അതായത് നമ്മൾ പ്രൈവറ്റ് ഏരിയാസിലെ ഡാർക്ക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ വാക്സ് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ആ ഡാർക്ക്നെസ് വരാറുണ്ട്. കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ വാക്സ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ കയ്യിൽ തന്നെ വാക്സ് ചെയ്യുമ്പോൾ ഒരുപാട് പെയിൻ ആണല്ലേ. അപ്പോൾ നമ്മൾ ആ പ്രൈവറ്റ് പാർട്ടിലൊന്ന് ആലോചിച്ച് നോക്കും, ഒരുപാട് പെയിൻഫുൾ ആയിട്ട് ഉള്ള ഇതായിരിക്കും നമുക്ക് അവിടെ അനുഭവപ്പെടുക. അപ്പോൾ ഒരുപാട് കെമിക്കൽസ് വെച്ചിട്ട് നമ്മൾ ആ പ്രൈവറ്റ് പാർട്ടിലോട്ട് നമ്മൾ വാക്സ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു പെയിൻ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഡാർക്ക്നെസ്സും അവിടെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നമ്മളെ പ്രൈവറ്റ് പാർട്ടിലോട്ട് വരുന്ന ഇച്ചിനെസ് അല്ലേ. ഇച്ചിനെസ് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളപ്പിച്ച് ഒരു 10 മിനിറ്റ് വരെ തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ചിട്ട് അത് നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ ചൂടോടെ നമുക്ക് ആ പ്രൈവറ്റ് പാർട്ടിലോട്ട് ഒന്നും വാഷ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പീരീഡ് ടൈമിലാണെങ്കിലും നമുക്ക് ഒരുപാട് എന്തോന്നാ സ്മെല്ലൊക്കെ ഇവിടെ വരാറുണ്ട്, സ്മെല്ലും ഇച്ചിനെസ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മുടെ പാഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് അല്ലാതെ മെൻസ്ട്രൽ കപ്പിലോട്ട് മാറാനായിട്ട് ഞാനൊന്ന് സജസ്റ്റ് ചെയ്യാണ്, മെൻസ്ട്രൽ കപ്പ് ഒന്ന് യൂസ് ചെയ്തു. പാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്മെൽ അനുഭവപ്പെടുന്നു എന്നുള്ളവർക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പിക്കിൽ കാണുന്ന പോലെ മെൻസ്ട്രൽ കപ്പ് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ പീരീഡ്സ് അല്ലെങ്കിൽ പോലും ബാഡ് സ്മെല്ല് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിയിൽ നിന്ന് വരാറുണ്ടല്ലേ. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് വി വാഷ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് സ്കിന്നിലെ pH ബാലൻസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നിങ്ങളത് യൂസ് ചെയ്ത് നോക്കൂ, ബെസ്റ്റ് റിസൾട്ടാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ആമസോണിലെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് ഈ വി വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പീരീഡ് ടൈമിലും യൂസ് ചെയ്യാമോ എന്നായിരിക്കും എല്ലാവരുടെയും ഡൗട്ട്. അങ്ങനെയൊന്നുമില്ല, പീരീഡ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് സ്കിന്നിലെ ഇച്ചിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് ഡെയിലി യൂസ് ചെയ്യാവുന്നൊരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.